വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ ശ്രദ്ധിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ വിധി വിലക്കുകളും കഴിവിന്റെ പരമാവധി പുലർത്തി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളെന്ന് പറയുന്നത് വലിയൊരു പ്രതീക്ഷയിലും അതിനേക്കാൾ ഉപരി വലിയൊരു സന്തോഷത്തിലുമാണ്. അള്ളാഹുവിന്റെ മസ്ജിദിൽ കുറച്ച് ദിവസങ്ങൾ ദീനു പഠിക്കാൻ നമ്മളിൽ പലരുടെയും പെൺമക്കൾ, ഏകദേശം 100ഓളം കുട്ടികൾ അതിനുവേണ്ടി ഒരുങ്ങി വന്നു എന്നുള്ളത് വലിയൊരു പ്രതീക്ഷയ്ക്കും സന്തോഷത്തിനും വക നൽകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടി പറഞ്ഞയച്ച രക്ഷിതാക്കളോടും ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചൊരിയുമാറാകട്ടെ. നാം ഇന്നറിയുന്നത് പോലെ ഇക്കാലഘട്ടത്തിന്റെ ഒരു കുറവ് എന്ന് പറയുന്നത് സമ്പത്തോ സൗകര്യങ്ങളോ ഒന്നുമല്ല. നാൾക്കുനാൾ ദുനിയാവിലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും സമ്പത്തും ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക കുടുംബത്തെയും അലട്ടുന്ന പ്രശ്നം കാര്യമായ സാമ്പത്തികമല്ല, സൗകര്യങ്ങളല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്തത് അവരുടെ കുഴപ്പമാണ്. എന്നാൽ ഇന്ന് ഒട്ടുമിക്ക കുടുംബത്തെയും അലട്ടുന്ന പ്രശ്നം, അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് അവരുടെ മക്കളാണ്, പ്രത്യേകിച്ച് അവരുടെ പെൺമക്കളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മസ്ജിദിൽ അവന്റെ ദീനു പഠിക്കാൻ കൂടിയിരിക്കുന്ന പെൺമക്കളോട് ആദ്യം പറയട്ടെ, മക്കളെ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന 100 കുട്ടികളല്ല നിങ്ങളുടെ പരിസരത്തുള്ളത്. ഈ കൂടിയിരിക്കുന്ന 100 കുട്ടികളല്ല നിങ്ങളോടൊപ്പം സ്കൂളുകളിലും കോളേജുകളിലും കൂട്ടുകാരികളുമായി മറ്റേക്ക് ഉള്ളത്. എത്രയോ ആളുകളുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് നിങ്ങളെ 100 പേരെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് മക്കളെ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഒരു നന്മ ഉദ്ദേശിച്ചുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, എത്ര നന്മകളുണ്ട് ദുനിയാവിൽ. അള്ളാഹുവിന്റെ റസൂലിനെ എണ്ണി പറയാൻ എത്ര നന്മകളുണ്ട് ഈ ദുനിയാവിൽ. പക്ഷെ അള്ളാഹിന്റെ റസൂൽ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ സമ്പത്ത് നൽകും, സന്താനം നൽകും, സൗകര്യങ്ങൾ നൽകും എന്നല്ല പറഞ്ഞത്, യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അറിവുള്ളവരാണ്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ ഇന്നലെ മുതൽ ഈ ദീനി പഠനത്തിന് വേണ്ടി പുറപ്പെട്ട നാളു മുതൽ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള പാതയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ. ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ആ കൂട്ടത്തിൽ ആക്കി തീർക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ഒന്നും ചെയ്തിട്ടില്ല. തിരക്ക് പിടിച്ച ലോകത്ത് ഈ മക്കളുടെ കയ്യിൽ മൊബൈലുണ്ട്, അവർക്ക് വീട്ടിൽ സൗകര്യങ്ങളുണ്ട്, എന്റർടൈൻമെന്റ് ഇഷ്ടം പോലെയുണ്ട്, യാത്രകൾ പോകാനുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരികളുണ്ട്. പക്ഷെ ആ മക്കൾ തെരഞ്ഞെടുത്തത് അള്ളാഹുവിന് വേണ്ടി ദീനു പഠിക്കാനാണ്. അതുകൊണ്ട് ഈ പ്രതീക്ഷയ്ക്ക് നിങ്ങൾക്ക് വകുപ്പുണ്ട്, നിരാശയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഇറക്കം, അത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വാതിൽ, വഴി എളുപ്പമാക്കി തരും.
അതുകൊണ്ട് മക്കളെ, നിങ്ങൾ പലരെയും പോലെയല്ല നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പലരെയും പോലെ ആകരുത്. കാരണം സമൂഹത്തിന്റെ നല്ലൊരു സൃഷ്ടിപ്പിന് സ്ത്രീകളുടെ പങ്ക് അത് വലിയ വലുതാണ്. ഇസ്ലാം സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകിയതുപോലെ ഒരു ദർശനവും ഒരു മതത്തിനും നൽകാൻ സാധിച്ചിട്ടില്ല. സ്ത്രീ സമൂഹത്തിന്റെ പകുതിയാണ്. ഉലമാക്കൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഒരു നല്ല തലമുറയുടെ സൃഷ്ടിപ്പിന് സ്ത്രീകളാണ് അതിന്റെ അഭിവാജ്യ ഘടകം എന്ന് പറയുന്നത്. കവികൾ പാടിയതുപോലെ അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്ഹ അഅദത തയ്യിബൽ അറാഖി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ആദ്യ പാഠശാല, പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഉമ്മയുടെ മടിത്തട്ടാണ്. അതുകൊണ്ടാണ് കവികൾ പാടിയത് അൽ ഉമ്മു മദ്റസത്തുൻ. ഒരു ഉമ്മയാണ് ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ പാഠശാല. എല്ലാ നന്മകളും നമ്മളിൽ നിലനിൽക്കുന്ന എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളുടെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയുടെ മടിത്തട്ടാണ്. ഇന്നിന്റെ ലോകത്ത് മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയതും അത് തന്നെയാണ്. നമ്മളാകുന്ന മക്കൾ നമ്മുടെ ഉമ്മയിൽ നിന്നാണ് ഒരുപാട് നന്മകൾ പഠിച്ച് മനസ്സിലാക്കിയത്. നമ്മളിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ട് എങ്കിൽ ആ പാഠശാല അത് നമ്മുടെ ഉമ്മയുടെ മടിത്തട്ടായിരുന്നു. പക്ഷെ ഇന്നിന്റെ ലോകത്ത് ആവർത്തിച്ചു പറയട്ടെ, മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയതും അത് തന്നെയാണ്. കാരണം ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ത് എന്നുള്ളത് പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ ദൗത്യം എന്ത് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഏറ്റവും ഒരു അപകടം എന്തെന്ന് പറയട്ടെ, പഠനത്തിന് ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചത്തിലേക്ക് ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം ഇറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് പഠനത്തിന് ആരെയും ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല. ആണാകട്ടെ പെണ്ണാകട്ടെ പഠിക്കണം, എല്ലാവരും പഠിക്കണം. പക്ഷെ പഠനത്തിൽ നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കണം എന്ന് പറഞ്ഞാൽ പഠനത്തിൽ പ്രാധാന്യം ദീനീപരമായ പഠനമാണ്. അതിനപ്പുറത്ത് ഇന്ന് ഒരു പുതിയ ചിന്ത ഉടലെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടു കാലിൽ നിൽക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ പഠനം ദീനീ പഠനത്തിൽ നിന്ന് വഴിമാറി ഭൗതിക പഠനത്തിലേക്ക് തീർന്നുപോയി. അവരുടെ ലക്ഷ്യം എന്തെന്നറിയോ? ഒരു വിവാഹമല്ല, ഒരു കുടുംബ ജീവിതമല്ല, മക്കളെ വളർത്ത്, മക്കളെ പ്രസവിക്കുക, അവരെ തർബിയത്ത് നൽകി പോറ്റി വളർത്തുക എന്നുള്ളതല്ല. മറിച്ച് അവരുടെ ലക്ഷ്യം രണ്ടു കാലിൽ ഞങ്ങൾ നിൽക്കട്ടെ എന്നാണ്. എന്തിന്? ജോലി ചെയ്യാൻ. സഹോദരിമാരെ, മക്കളെ, ഇസ്ലാം നിങ്ങളുടെ മേൽ കുടുംബത്തിന്റെ ഒരു ബാധ്യത ഏൽപ്പിച്ചിട്ടില്ല. അത് പുരുഷന്റെ മേൽ ബാധ്യതയാണ്. അൽ ഖവ്വാമൂന അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദല അല്ലാഹു അലാ ബഅദിഹിം ബഅദ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷന്മാർക്കാണ് സ്ത്രീകളുടെ മേൽ ആധിപത്യം നൽകിയിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു പുരുഷൻ പുരുഷനായി തീരുന്നത്? പുരുഷന്റെ സമ്പാദ്യത്തിൽ നിന്ന് സ്ത്രീക്ക് ചെലവ് നൽകുമ്പോഴാണ് അവൻ പുരുഷനാകുന്നത്. അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ ലക്ഷ്യം മാറിപ്പോകരുത്. നിങ്ങളുടെ പഠനം അത് കേവലം ഭൗതിക പഠനമാക്കി മാറ്റി ഇരുകാലുകളിൽ നിവർന്ന് പുരുഷനെ ഭരിക്കുവാനോ ഒരു ജോലി നേടാനോ ആകരുത്. ലക്ഷ്യം തെറ്റിപ്പോയി. പഠിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വരെ പഠിക്കാം. പക്ഷേ ആ പഠനത്തിന്റെ ലക്ഷ്യവും രീതിയും മാറിയാൽ അള്ളാഹു പ്രതിഫലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. അതുകൊണ്ടാണ് ഒരു നല്ല തലമുറയുടെ സൃഷ്ടിപ്പ് ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന അല്പപ്രായമുള്ള ആളുകൾ എന്തെങ്കിലും ഒരു നന്മ നിലനിൽക്കുന്നുവെങ്കിൽ നാം മനസ്സിലാക്കണം, നമ്മുടെ മാതാപിതാക്കൾ അവർ തീരുമാനിച്ചതുകൊണ്ടാണ്. നമ്മുടെ മാതാപിതാക്കളുടെ മടിത്തട്ടിൽ നിന്ന് നല്ല ശീലങ്ങൾ, നല്ല തർബിയത്ത് നമ്മൾ പഠിച്ചു വളർന്നതുകൊണ്ടാണ്. എങ്കിൽ സഹോദരിമാരെ, മക്കളെ, നിങ്ങളുടെ മടിത്തട്ടിൽ നിന്ന് നല്ലൊരു തലമുറക്ക് നിങ്ങൾ സൃഷ്ടിപ്പുണ്ടാക്കണം. അതിന്റെ തുടക്കക്കാരായി നിങ്ങളായി മാറണം. അതിന് നിങ്ങൾ ദീന് പഠിക്കണം. നിങ്ങളുടെ ഭൗതിക പഠനം നമ്മൾ തടസ്സപ്പെടുത്തുമെന്ന് വിചാരിക്കരുത്. പക്ഷെ ഭൗതിക പഠനത്തിന്റെ ലക്ഷ്യം മാറിപ്പോകരുത്. നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണം, ദീനിനെ കുറിച്ച് പഠിക്കണം. നിങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്
ഒരു ദൗത്യമായി ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, അമാനത്തായി നിങ്ങളെ ഏൽപ്പിച്ചു പോയ ചില ദൗത്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും നല്ല ബാധ്യതയായിട്ടുള്ളത് നല്ലൊരു തലമുറയുടെ സൃഷ്ടിക്കാൻ, മക്കളെ ഉണ്ടാക്കുക, അവർക്ക് തർബിയത്ത് നൽകുക, അത് നിങ്ങൾ ദീൻ പഠിക്കുക, അവരെ ദീൻ പഠിപ്പിക്കുക. മക്കൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾ പൊതുവത്തായി മാതൃകയായി നിങ്ങൾ മാറുക എന്നുള്ളതാണ് ആമുഖമായി ഇവിടെ അല്ലാഹുവിന്റെ മസ്ജിദിൽ ദീൻ പഠിക്കാൻ കൂടിയിരിക്കുന്ന പെൺമക്കളോട് എനിക്ക് ഒന്നാമതായി പറയുവാനുള്ളത്. അതുപോലെ തന്നെ മക്കളെ, ഈ ഖുതുബയുടെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ചില നന്മകൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും. അത് പ്രത്യേകിച്ച് ഇന്ന് വളരുന്ന പെൺകുട്ടികളിൽ തീരെ നഷ്ടപ്പെട്ടു പോയ, ഉയർത്തപ്പെട്ടു പോയ, വാക്കുപോലും കേട്ടിട്ടില്ലാത്ത മക്കൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടാകാം. അതെന്തെന്നറിയോ? അൽ ഹയാ. ഹയാ എന്ന് പറഞ്ഞ ലജ്ജയാണ്. മക്കളെ, ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് തീർത്തും നഷ്ടപ്പെട്ടു പോയത് ഹയായാണ്, ലജ്ജയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മസ്ജിദിൽ ദീൻ പഠിക്കാൻ വന്നത് മുതൽ ആ ഹയാ തിരിച്ചു പഠിക്കാൻ ആയിരിക്കട്ടെ നമ്മുടെ ദൗത്യത്തിന്റെ പ്രധാന ദൗത്യങ്ങളിലുണ്ട്. കാരണം ഹയാ നഷ്ടപ്പെട്ടാൽ, ലജ്ജ നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു നന്മയുമില്ല. കാരണം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന മിമ്മാ അദ്റക الناس من كلام النبوة الأولى. റസൂൽ പറഞ്ഞു, ആദ്യകാല പ്രവാചകന്മാരുടെ ആദ്യകാല ഉപദേശങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇദാ ലം തസ്തഹി ഫസ്ന' മാ ശി'ത. നിങ്ങൾക്ക് ലജ്ജയില്ല എങ്കിൽ നിങ്ങൾ എന്തും പ്രവർത്തിച്ചു. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലജ്ജയില്ല എങ്കിൽ പിന്നെ അതിർവരമ്പുകളില്ല, അവിടെ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, അവിടെ മഹറമുകളില്ല, ആരുമായി എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് ഹയാ നഷ്ടപ്പെട്ടാൽ അത് വഴിമാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ജെൻഡർ എന്നുള്ള നിലക്ക് സ്ത്രീ പുരുഷൻ എന്ന് കേവലം പേര് നൽകപ്പെട്ടത് കൊണ്ടോ, നമ്മുടെ ആധാറിലും റേഷൻ കാർഡിലും പാസ്പോർട്ടിലും അവരെ ജെൻഡർ രേഖപ്പെടുത്തിയത് കൊണ്ടോ കേവലം ഒരാണാണായി മാറുകയില്ല, ഒരു പെണ്ണായി മാറുകയില്ല. മറിച്ച് ആണെന്ന ആ പേരിന് അർത്ഥവത്തായി അത് മാറണമെങ്കിൽ പുരുഷന് പൗരുഷമുണ്ടായിരിക്കണം. പൗരുഷം നഷ്ടപ്പെട്ട പുരുഷന് പുരുഷൻ എന്ന് പറയുകയില്ല. സ്ത്രൈണതയുള്ള ഒരു പുരുഷനെ പുരുഷനായി ഒരാൾ അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് കേവലം പേരിലല്ല, മറിച്ച് ഒരു പുരുഷൻ പുരുഷനാവാകണമെങ്കിൽ അവന് പൗരുഷമുണ്ടായിരിക്കണം. പൗരുഷം നഷ്ടപ്പെട്ടാൽ അവൻ പുരുഷനല്ല. അതുപോലെ തന്നെ മക്കളെ, സ്ത്രീകളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം പേരിലല്ല, ആധാറിലും റേഷൻ കാർഡിലും പാസ്പോർട്ടിലും നിങ്ങൾ സ്ത്രീ എന്ന് രേഖപ്പെടുത്തിയത് കൊണ്ട് മാത്രമായില്ല, മറിച്ച് നീ ഒരു സ്ത്രീയാണോ എങ്കിൽ നിന്നിൽ സ്ത്രൈണത ഉണ്ടാകണം. സ്ത്രൈണത നഷ്ടപ്പെട്ട നിന്നിൽ പൗരുഷമാണെങ്കിൽ നീ കേവലം പേര് കൊണ്ട് സ്ത്രീയാണ്, യഥാർത്ഥത്തിൽ സ്ത്രീയാവുകയില്ല. അതുകൊണ്ട് ഹയാ നഷ്ടപ്പെട്ടു പോയത്, ഹയാ കൊണ്ട് നമ്മുടെ ഹയാ ഇല്ലാത്തത് കൊണ്ട് നമ്മളിൽ നഷ്ടപ്പെട്ടു പോയതാണ് പുരുഷന് പൗരുഷവും അതേപോലെ തന്നെ സ്ത്രീക്ക് സ്ത്രൈണതയും. അതുകൊണ്ട് അത് നിങ്ങൾ തിരിച്ചു പിടിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ. എല്ലാ മതത്തിനും എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. ഇസ്ലാമിന്റെ സ്വഭാവം ഖുലുഖ് എന്ന് പറയുന്നത് അൽ ഹയാ, ലജ്ജയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, ഹയാവും ഇന്നത്തെ സ്ത്രീകളും എവിടെ നിൽക്കുന്നു എന്നുള്ളത്, അല്ലെ? റോട്ടിൽ നിന്നുള്ള പുരുഷന്മാർക്കറിയാം. ആദ്യകാലത്ത് കല്യാണം കഴിഞ്ഞ രീതികളെ കുറിച്ച് ചെറുമക്കളെ നിങ്ങൾ മുതിർന്നവരോട് ചോദിച്ചു നോക്കണം. വീട്ടിൽ നിന്ന് കല്യാണപ്പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറാൻ കാറിലേക്ക് പോകുമ്പോൾ തട്ടവും സാരിയും മറപിടിച്ച് കാറിലേക്ക് കയറിപ്പോയ ഉമ്മമാരുടെയും വല്യമ്മമാരുടെയും തലമുറകളാണ്. പക്ഷെ ഇന്നിന്റെ ലോകത്ത് മണവാട്ടികൾ, പുതുമണവാട്ടികൾ ആരുടേതാണ്? ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. ഇന്ന് അണിഞ്ഞൊരുങ്ങുന്ന പെണ്ണ് ആരുടെ പെണ്ണാണ്? മാലോരുടെ പെണ്ണോ, മണവാളന്റെ പെണ്ണോ? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത്? ഏത് കല്യാണ സദസ്സിൽ പോയാലും ഒരുപോലെ അണിഞ്ഞൊരുങ്ങുന്ന ഒരുപാട് സ്ത്രീകളെ കാണാം. ഇതിലാരാണ് പുതുപെണ്ണ്? ഈ പെണ്ണുങ്ങൾ ആരുടേതാണ്? ഈ അണിഞ്ഞൊരുങ്ങിയ പുരുഷന്മാരോടൊപ്പം ഇടകലർന്ന് തന്റെ ശരീരഭാഗങ്ങൾ മരുപുരുഷന്മാർക്ക് കാണിച്ച് അവരുടെ വികാരങ്ങളെ വ്രണമോട്ടി പരപുരുഷന്മാരുടെ കൂടെ
സ്ത്രീകൾ ഇതിലാരാണ് പൊതുബന്ധം? ചോദിച്ചു നോക്കണം പല തലമുറയോട്. അവർക്കുണ്ടായിരുന്ന നാണം ആദ്യ രാത്രി മണവാളന്റെ റൂമിലേക്ക് പറഞ്ഞൊരു ചിത്രം വല്യമാരോട് ചോദിക്കാൻ അവർ പറഞ്ഞു തരും. നാണം കോടികളായി പേടിച്ചു പറച്ച് ലജ്ജയോടുകൂടി പുരുഷന്മാരെ സമീപിച്ചിരുന്ന സ്ത്രീകളിൽ നിന്ന് ഇന്നിന്റെ സ്ത്രീകൾ പാറമാറിപ്പോയി. അതുണ്ടാകരുത്. ആവർത്തിച്ചു പറയട്ടെ, ഈ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഹയാ തിരിച്ചു പഠിക്കണം. ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവിടുത്തെ പറഞ്ഞു, ഞങ്ങൾ സഹാബികൾ പ്രവാചകന്റെ അടുത്തായിരുന്നു. ആ ഞങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ ഹയാഇനെ കുറിച്ച് പറഞ്ഞു, ലജ്ജയെ കുറിച്ച് പറഞ്ഞു. ഫഖാലു, അന്നേരം സഹാബികളായ ഞങ്ങൾ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇത്ര ഗൗരവത്തിൽ ഹയാഇനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ ഞങ്ങൾ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അൽ ഹയാഉ മിനദ്ദീൻ, ഇത്ര ഗൗരവത്തിൽ ഹയാ ലജ്ജയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരുന്നത് അൽ ഹയാഉ മിനദ്ദീൻ, ഈ ഹയാ എന്ന് പറയുന്നത്, ലജ്ജ എന്ന് പറയുന്നത് അത് ദീനിന്റെ ഭാഗമാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നേരം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബൽ ഹുവ ദീനു കുല്ലു, സഹാബത്തെ അറിയണം, പക്ഷേ ഹയാ എന്ന് പറയുന്നത് അത് ദീനിന്റെ മുഴുവനുമാണ്, എല്ലാമാണ് ഹയാ എന്ന് പറയുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നൽ ഹയാ വൽ ഈമാൻ, ലജ്ജയും വിശ്വാസവും ഈമാൻ എന്ന് പറയുന്നത് ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. മനസ്സിലാക്കിക്കൊള്ളുക. ഹയാവും ഈമാനും എന്ന് പറയുന്നത് അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം മക്കളെ ശ്രദ്ധിക്കുക, ഫഇദാ റുഫിയ അഹദുഹുമാ റുഫിയ ആഖർ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ, നഷ്ടപ്പെട്ടാൽ, എങ്കിൽ മറ്റൊരു കൂടി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ നിന്ന് ഹയാ, മക്കളെ നിങ്ങളിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടാൽ ഈമാൻ നഷ്ടപ്പെട്ടു, നിങ്ങളിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടാൽ ലജ്ജ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഹയാവും ഈമാനും അത് പരസ്പരം പൂരകങ്ങളാണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ, നഷ്ടപ്പെട്ട ഹയാഇനെ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. കാരണം ഹയാ നഷ്ടപ്പെട്ടതിന്റെ ഒരുപാട് അപകടങ്ങൾ ഇന്നിന്റെ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയേണ്ടതില്ലല്ലോ. ഉദാഹരണം വേണോ, ഉപകരണം വേണോ, ഒന്നിന്റെയും ആവശ്യമില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ഹയാ ലജ്ജ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ മാന്യന്മാരായ പുരുഷന്മാർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് ലോകത്തുണ്ട്. അതുകൊണ്ട് ഹയാ നഷ്ടപ്പെട്ടതിന്റെ ഒരുപാട് അപകടങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഭയപ്പെട്ട ചില സ്ത്രീകളിൽ രണ്ട് പ്രവചനം ചെയ്തു എന്നുള്ളത് ഈ ഹദീസ് പറയുമ്പോ, ഈ ഹദീസ് കേൾക്കുമ്പോ മക്കളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കാരണം ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കണ്ടിട്ടില്ല, പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ഭയപ്പെട്ടിട്ടുണ്ട് ഇതുപോലത്തെ സ്ത്രീകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിംഫാനി മിൻ അഹ്ലിന്നാർ, അഹ്ലുൽ ജന്നയല്ല, അഹ്ലുൽ ജന്നയല്ല, സിംഫാൻ, രണ്ട് വിഭാഗം ആളുകൾ, മിൻ അഹ്ലിന്നാർ, അവർ നരകത്തിന്റെ ആളുകളാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലം അറഹുമ, പക്ഷെ ഞാൻ അവരെ കണ്ടിട്ടില്ല. ഈ വരാനിരിക്കുന്ന നരകത്തിന്റെ അഹ്ലുകാർ ഒരാളല്ല, ഒരു കൂട്ടം ആളുകളാണ്. അവരെ ഞാൻ കണ്ടിട്ടില്ല, അവരെ വരാനിരിക്കുന്ന ആളുകളാണ്. അതിലൊന്ന് മക്കളെ കേട്ടുകൊള്ളുക, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഥവാ ഞാൻ കണ്ടിട്ടില്ല, പിൽക്കാലഘട്ടത്തിൽ ഈ ഭൂമി ലോകത്ത് വരാനിരിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്, അവർ നരകത്തിന്റെ ആളുകളാണ്. അവരാരെന്ന് കേട്ടുകൊള്ളുക, അവർ സ്ത്രീകളാണ്, പെണ്ണുങ്ങളാണ്. എന്താ അവരുടെ പ്രശ്നമെന്നറിയോ? ഈ പദങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊള്ളുക. കാസിയാത്തുൻ, കാസിയാത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ച സ്ത്രീകളാണ്. പക്ഷെ ആരിയാത്തുൻ, അവരെന്താണ്? നഗ്നതകളുള്ള സ്ത്രീകളാണ്. എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുന്നു, പക്ഷേ വസ്ത്രം ധരിക്കൽ കൊണ്ട് അവിടെ ശരീരത്തിന്റെ നഗ്നത അത് മറക്കുന്നില്ല. നഗ്നത ഒഴിവാക്കുന്ന വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളാണ്. എന്ന് മാത്രമല്ല, രണ്ടാമത്തെ അവരുടെ ദോഷം എന്താ പറയോ? മുബീനാത്തുൻ മായിലാത്തുൻ,
അവർ പരപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിലാണ് അവരുടെ നടത്തം. പരപുരുഷന്മാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റമാണ് അവരുടെ കൂടെയുള്ളത്. അത്തരത്തിലുള്ള സ്ത്രീകൾ എന്ന് മാത്രമല്ല, അവരുടെ തലയുണ്ടല്ലോ, വലിയ പൂഞ്ഞയുള്ള ഒട്ടകം നടക്കുന്നത് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അല്ലെ. മുതുകിൽ വലിയ പൂഞ്ഞയുള്ള ഒട്ടകം നടക്കുമ്പോൾ എന്ത് ചെയ്യും? പൂഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. അള്ളാന്റെ റസൂല് പറയാണ്, പരപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിക്കാൻ തന്റെ തലകളെ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൊണിച്ചു നടക്കുന്ന സ്ത്രീകൾ എന്ന് പറയും, ആ രീതിയിൽ നടക്കുന്ന സ്ത്രീകളാണ്. എന്നിട്ട് അള്ളാന്റെ റസൂൽ അവരെ കുറിച്ച് പറഞ്ഞെന്നറിയോ? ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, വലാ യജിദിന റീഹഹ, സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. വഇന്ന റീഹഹ ലയൂജദു മസീറതു കദാ വകദാ, സ്വർഗത്തിന്റെ പരിമളമാകട്ടെ അത് വളരെ ദൂരത്തിലേക്ക് അടിച്ചു വീശുന്ന സുഗന്ധമാണ്. ആ പരിമളം പോലും സഹോദരിമാരെ അതുപോലുള്ള സ്ത്രീകൾക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മക്കളെ, നിങ്ങൾ അതിൽ കൊണ്ടുപോകാൻ പാടില്ല. ഈ പറയപ്പെട്ട ഒരു ദുസ്വഭാവം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അത് കൃത്യമായി നിങ്ങളുടെ ശരീരഭാഗങ്ങൾ ഔറകൾ കൃത്യമായി മറക്കുന്ന രീതിയിലാകണം. നിങ്ങൾ നിഖാബ് അത് ഫാഷൻ ആകരുത്. കാരണം എന്നറിയോ, എത്ര സ്ത്രീകളെ കാണും തലമുടി തുറന്നിട്ട് നിഖാബ് ധരിക്കുന്ന സ്ത്രീകൾ, അതൊരു ഫാഷന്. അവരെ സംബന്ധിച്ചിടത്തോളം മുഖം മറക്കുന്നത് പോലെ തലമുടി ഔറത്താണ്. അതുകൊണ്ട് ശരീരം മറച്ച്, പേരിന് മറച്ച്, ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്തു കാണിച്ച് അല്ലാഹുവിന്റെ റസൂൽ നരക